നാളെ വിഷു അല്ലേ വലുത്. അതെ. അപ്പൊ അമ്മ അങ്ങോട്ട് പുറപ്പെട്ട് നിന്നത്രേ. അതെ. പോയിട്ടൊന്ന് കൂട്ടിയോണ്ട് വരും. അപ്പൊ ഞാൻ ഒന്ന് കൂട്ടിട്ട് വരട്ടെ പോയിട്ട്. അപ്പൊ അതാ വരുന്നുണ്ട്. അപ്പൊ അമ്മനെ പോയിട്ട് കൂട്ടിട്ട് വന്ന്. കൂട്ടിയോണ്ട് വന്ന. അതെ. പിന്നെ കുട്ടികൾ വീട്ടിലില്ല, അവരുടെ അമ്മേൻ്റെ അവിടേക്ക് പോയിന്. അവിടെ ബിസു അല്ലേ, നാളെ അവിടുത്തെ ബിസു കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ബിസു നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കൊണ്ട് എന്നെ വിട്ടിട്ട് പോയി. അങ്ങനെ ഇന്ന് ഇവിടെ വന്നേ. അതെ, നമുക്ക് ബിസു അടിച്ചു പൊളിക്കാം. അടിച്ചു വിളിക്കാം. അതെ അതെ. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കുടുംബ വലുതായ മാതിരി നമ്മുടെ ആളിനിറച്ചും പുറനിറച്ച ആളുള്ള മാതിരി അമ്മ വന്ന്. പിന്നെ ഈ കുട്ടികളുണ്ടെങ്കിൽ അവിടെ ഒച്ചയുണ്ടാവില്ല, അപ്പുറം ഇപ്പുറം മൊബൈലിനൊക്കെ ഉണ്ടാവും. ഇന്ന് നല്ല ഒച്ചപ്പാടെല്ലാം ആയിട്ട് വീട് നിറച്ച ആളുള്ള മാതിരി. അമ്മ ഇങ്ങനെ ഉണ്ടാകുമ്പോ അമ്മ ബാക്കി പറയുമ്പോ അപ്പുറത്തുള്ളവർക്കെല്ലാം കേൾക്കുവേ. അങ്ങനെ കുട്ടികൾ വിളിച്ചു വീട്ടിലേക്ക് പോകുമ്പോ അവള് ഒരു കൊല്ലവും ഓണത്തെ ബിസുന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ വിസു കഴിച്ചിട്ടേ പോയോണ്ടുണ്ടായത്. ഈ പ്രാവശ്യം കുട്ടികളിനെ കൊണ്ടുപോയിട്ട് ബിസു കനിയർക്ക് അവിടെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയിന്. 4 പേരും അപ്പൊ അതെല്ലാം ആയിട്ട് ഞാൻ പറഞ്ഞു എന്റെ മൂത്തമുണ്ട് അവിടെ ഒരു ദിവസവും ഞാൻ നിന്നിട്ടില്ല, ബിസു കണി നോക്കാതെ എനിക്ക് അവിടേക്ക് പോകണം പറഞ്ഞ് എന്നെ വിളിക്കുമ്പോ അങ്ങനെ ഇങ്ങോട്ടേക്ക് ഞാൻ വന്നതാണ്. വന്നതില് സന്തോഷമായി. അതെ. 3 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത്ര പുളിയില്ലാത്ത മാങ്ങ ഇത്. അപ്പൊ ഇതിനെ നമുക്ക് അച്ചാർക്ക് മുറിച്ചിട്ട് നമുക്ക് ഇനി വിഷു എല്ലാം അടുത്ത് വരാൻ തുടങ്ങി. അപ്പോൾ അച്ചാർ വേണമല്ലേ, അതിന് കുറച്ച് മാങ്ങിഞ്ചി ഒരു 2-3 പീസ് ഉണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് മാങ്ങ അച്ചാറാക്കാം. പെട്ടെന്ന് അർജന്റ് തിന്നണം അങ്ങനത്തെ അച്ചാറിത്. ഇന്നാക്കിയിട്ട് ഇന്ന് തന്നെ തിന്നാൻ അങ്ങനെ. അപ്പോൾ നമുക്കതിനെ മുറിച്ചെടുക്കാം ചെറുതായിട്ട്. ഇഞ്ചിന്റെ ഇതെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്, ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിങ്ങനെ നീളത്തിന് ചെത്തി എടുക്കണം. തെളിപ്പിന് ഇങ്ങനെ മുറിച്ചെടുക്കണം. എന്താ ഇഞ്ചി, മാങ്ങ ഇഞ്ചി. പിന്നെ അതിന് പലകേൻ്റെ മേലെ ഇങ്ങനെ 2ആയിട്ട് പൊതിഞ്ഞിട്ട് പലകേൻ്റെ മേലെ വെച്ചിട്ട് പിന്നെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിയണം. വലുതായാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് ഉപ്പെല്ലാം പിടിക്കാൻ കുറച്ച് കഷ്ടമല്ല. അതിന് ഇങ്ങനെ അരിഞ്ഞ ഓരോന്ന് ഇങ്ങനെ വേറെ ഇതാ കണ്ട ഇങ്ങനെ ആവണം. ഇങ്ങനെ ആക്കിയിട്ട് ഇട്ടിട്ട് അച്ചാറാക്കണം. മാങ്ങത ചെറുതായിട്ട് നമുക്ക് പൊളന്നെടുക്കണത്. മാങ്ങ മൂത്തില്ല, പിഞ്ചെന്ന് വിചാരിച്ചല്ലേ, ചെറുതായിരുന്നു, അതിന് പിഞ്ചെന്ന് വിചാരിച്ചു. അപ്പൊ ഈ മാങ്ങനെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ ചെറുതാവണം, കുറേ വലുതാവരുത്, വണ്ണം പാടില്ല. और पीस था പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് പുളിയില്ലാത്ത മാങ്ങല്ലേ. പിന്നെ അതേപോലെ എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം.
ഇത് ഒന്നില് ഇത് അത്ര മൂത്തിട്ടില്ല, ഒന്ന് നല്ല മൂത്തിട്ടുണ്ടായി. അപ്പോൾ ഈ മാസത്തിലെല്ലാം നമുക്കിവിടെ ഇത്ര മൂത്ത മാങ്ങ ഒന്നും കിട്ടാൻ ഇല്ല. ഇപ്പോൾ ചെറിയ ചെറിയ കണ്ണിമാങ്ങേൻ്റെ കുറച്ചും കൂടി വലുതായിട്ടേ ഉള്ളൂ. ഇതെല്ലാം ആദ്യം തന്നെ ഡിസംബർ എല്ലാം ആവുമ്പോൾ പൂത്തത് ഇത് അങ്ങനെയായിട്ട് ഇത്ര വലിയ മാങ്ങ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഇതാ മാങ്ങ, പിന്നെ ഇഞ്ചീൻ്റെ കഷ്ണം ഇത് കണ്ട ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. എല്ലാം റെഡി. മാങ്ങ ഇഞ്ചി പിന്നെ മാങ്ങയും ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. എമർജൻസി അർജന്റ് നമുക്ക് നാളെ വിഷു അല്ലേ, അപ്പൊ ഇന്ന് തന്നെ നമുക്ക് മുറിച്ചിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഇനി ഇതിന് ഇപ്പൊ കട്ടാക്കി വെച്ചത് ഇപ്പൊ തന്നെ അച്ചാറാണ്. അപ്പൊ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 സ്പൂണിൻ്റെ അത്ര മതി. നമുക്ക് കരിവേപ്പിലൻ്റെ ഇല പറിക്കാം. ഈ 1 സ്പൂണ് ഉലുവ, ഒരു 1/2 സ്പൂണിൻ്റെ അത്ര. ഇതാ അപ്പോൾ കടുക് പൊട്ടിയോണ്ടല്ലേ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഓഫാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ഇട്ട് ചൂട് മതി, ഒരു സ്പൂൺ മതി. ഈ എണ്ണ ചൂടുണ്ടല്ലേ അതേ ഇതിന് മതി, ചൂടായത് മതി. തീയിട്ടാല് കരിഞ്ഞു പോകും. നല്ല മണം വന്നല്ലേ ആ ഉലുവണ്ടല്ലേ. ഇത് മാങ്ങയും മാങ്ങയിഞ്ചും കട്ടാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ അച്ചാർ കൂട്ടെല്ലാം റെഡി ആക്കി ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ അച്ചാർ റെഡിയായി. മുളക് പൊടി മാത്രം, പിന്നെ ഇനി മഞ്ഞപ്പൊടി ഒന്നും ഇടാൻ പാടില്ല. അടിപൊളി. ഇത് മങ്ങ അവിടുന്ന് കൊടുന്നല്ലേ കൊടുന്നതല്ലേ, അത് അതിനെ മാങ്ങഞ്ചു ഇട്ടിട്ട് അച്ചാർ. അതെ നോക്കട്ടെ. പെട്ടെന്ന് അച്ചാറാക്കിയത് 4 പീസൊന്നും വേണല്ലേ. അതിന് സൂപ്പർ ആയിനുമാ, സൂപ്പർ ആയി. പുളിയില്ലല്ലേ? പുളിയില്ലത്ര. അമ്മ തിന്നുമ്പോ എനിക്ക് പാല് വേണം. പാലിട്ട് വെള്ളം ഇറക്കുന്നുണ്ട്. കണ്ടീസൺ അച്ചാർമാ. അമ്മക്ക് വായിൽ വന്ന സൂപ്പർ ഉണ്ട്. സൂപ്പറാ, അടിപൊളി. സൂപ്പർ. എന്തറിയാ, അത്ര മാങ്ങയ്ക്ക് അത്ര പുളിയില്ല. അതെ, പിന്നെ ആ മാങ്ങഞ്ചിന്റെ ഒരു ടേസ്റ്റും. അത് കഞ്ഞിനെല്ലാം ഞാൻ ടേസ്റ്റ് നോക്കി നേരത്തെ. കഞ്ഞിനെല്ലാം കൂട്ടാൻ നല്ല ഉണ്ടാവും. അതെ, കഞ്ഞിക്കും ഈ അച്ചാറിനും ചൂട് കഞ്ഞി കിട്ടണം. കഞ്ഞി വേണമെങ്കിൽ അപ്പോഴേക്ക് തീരുള്ളല്ലേ, ഇത് ഇഷ്ടാവല്ലേ. നോക്ക് വലട്ടാ, ഇപ്പൊ നോക്ക് മുളകെല്ലാം ഇട്ടിട്ടൊന്നും നോക്കും. എനിക്കും വായിൽ വെള്ളം ഒരാളുടെ ടേസ്റ്റ് നോക്കുമ്പോ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായി. അടിപൊളി. അതെ അതെ. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. മതി മതി, അത്രയോ ഒരിക്കലും ഇട്ട് ഒന്നാം നമ്പർ. ഇതെന്ത് മെനത്തേക്ക് എന്താ പറഞ്ഞ ഉലുവ. ഉളുവ, ഉളുവന്റെ മണോ, കടുക്, കറുവപ്പല, പിന്നെ മാങ്ങഞ്ചി, മാങ്ങഞ്ചി, പിന്നെ ഈ മുളക് പൊടി, ഇതെല്ലാം കൂടി ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയുണ്ട്. ചൂട് ചൂട് കഞ്ഞിക്ക് നല്ല കൂട്ടം നല്ലുണ്ട്. നാളെ വിഷു എന്ന് പറയുമ്പോ ഇന്ന്
അച്ചാർ റെഡി. ഞാൻ വേറെ മേടിച്ചിട്ടില്ല ചന്തന്നൊന്നും. അതെ, ഇതേ മതിയല്ലേ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതേ മതിമാ. നമ്മൾ ആക്കിയത് പീഡിയത്തെ കാട്ടി ഉഷാറായിട്ടുണ്ട്. അതെ അതെ. അങ്ങനെ അമ്മ എങ്ങനെയുണ്ടായി? ഞാൻ വരുമ്പോ പെണ്ണെന്താ പുറത്ത് വരാത്ത ഓള് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാ. ഇവള് അടുക്കല്ലേല് പെടയുന്നുണ്ട്, എന്താ അച്ചാറാക്കല്ലത്ര. എന്നിട്ട് കൊടുന്നിട്ട് എനിക്ക് എങ്ങനെ ഉണ്ട് നോക്കിയമ്മന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ കൊടുത്ത് നാനും അതിലേക്ക് കൂടി രുചി നോക്കാന്ന് നല്ല 1 നമ്പറായിട്ട് ഇത് അച്ചാറ്. അങ്ങനെ എല്ലാരും അച്ചാർ രുചി നോക്കിയ അതെ, നാളത്തെ പരിപാടിക്കുള്ള അച്ചാറ് റെഡി. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ്. അതെ, ബൈ. 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 അതെ.